അസ്സലാമു അലൈക്കും. ഞാൻ തസ്ലീമ. ഞാനിന്നൊരു കുക്കിംഗ് വീഡിയോയുമായിട്ടാണ് നിങ്ങളുടെ മുമ്പിൽ വന്നിരിക്കുന്നത്. ഇപ്പം ബീഫൊക്കെ ഒരുപാട് സുലഭമായുള്ള സമയമാണ്. നമുക്കന്നേരം ബീഫ് വരട്ടുന്നത് എങ്ങനെയാണെന്ന് നോക്കാം. കഴുകി വൃത്തിയാക്കിയ ബീഫ് ഒരു കുക്കറിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം വെളുത്തുള്ളി, ഇഞ്ചി, പച്ചമുളക് നന്നായിട്ട് പേസ്റ്റാക്കി എടുക്കുക. സമത്തിന് ഇഞ്ചിയും പച്ചമുളകും ഒക്കെ എടുത്ത് ഒരു മിക്സിയുടെ ജാറിലിട്ട് നന്നായിട്ട് അരച്ച് പേസ്റ്റാക്കി എടുത്തതിന് ശേഷം ഒരു ബീഫിലേക്ക് ഇട്ട് കൊടുത്ത് നമുക്ക് നന്നായിട്ട് മിക്സ് ചെയ്തെടുക്കാം. ഞാനിവിടെ തവി വെച്ചാണ് മിക്സ് ചെയ്യുന്നത്. കയ്യിൽ എരിവിൻ്റെ പ്രശ്നം ഉണ്ടാവാതിരിക്കാൻ തവി വെച്ച് നന്നായിട്ട് മിക്സ് ചെയ്ത് എടുക്കാം. അതിനുശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. അത് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യമായ മസാലകൾ ചേർത്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1 ടേബിൾ സ്പൂൺ മുളക് പൊടി ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ നമുക്ക് 1 ടീസ്പൂൺ ഒരു ടേബിൾ സ്പൂൺ ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കണം. പിന്നെ 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും കൂടെ ആഡ് ചെയ്ത് കൊടുക്കണം. അതിനുശേഷം നന്നായിട്ട് മിക്സ് ചെയ്ത് എല്ലായിടവും നല്ല രീതിയിൽ മിക്സ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് ലാസ്റ്റ് ഇതിലേക്ക് മസാലപ്പൊടി ആഡ് ചെയ്ത് കൊടുക്കാം. 1 ടീസ്പൂൺ മസാലപ്പൊടിയും കൂടെ നമ്മൾ ആഡ് ചെയ്ത് കൊടുത്ത് നന്നായിട്ട് മിക്സ് ചെയ്യണം. മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ ആ പച്ചമുളക്, വെളുത്തുള്ളി, ഇഞ്ചിയൊക്കെ അരച്ച ആ ഒരു ജാറ് തന്നെ ജസ്റ്റ് ഒന്ന് കഴുകി കുറച്ച് വെള്ളം നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കാരണം അത് അടിക്ക് പിടിക്കാതിരിക്കാനാണ്. മാത്രവുമല്ല ബീഫിന് വെള്ളം ഉണ്ടായതുകൊണ്ട് നമുക്ക് വെള്ളം ഒഴിക്കേണ്ട കാര്യമില്ല. അതാണ് ബീഫ് അടച്ചു വെച്ച് വേവിച്ച് റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കൊരു കണ്ണാപ്പയിലേക്ക് മാറ്റി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ഒരു ഫ്രൈ പാൻ വെച്ച് കൊടുക്കുന്നുണ്ട്. ഫ്രൈ പാനിലേക്ക് നമുക്ക് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്ത് നമ്മൾ ആ ഒരു ബീഫിനകത്ത് നിന്ന് കുറച്ച് ബീഫ് നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റുന്നുണ്ട്. പിന്നെ കുറച്ച് ബീഫ് ചെറുതായിട്ട് വരട്ടാൻ വേണ്ടി ചെറുതായിട്ടൊന്ന് ഫ്രൈ ചെയ്തും എടുക്കുന്നുണ്ട്. അന്നേരം നമുക്ക് ആദ്യം ബീഫ് ഫ്രൈ ചെയ്തെടുക്കുന്നതിന് വേണ്ടി എണ്ണയിലേക്കിട്ട് നമുക്ക് കുറച്ച് ബീഫ് എടുത്ത് ഫ്രൈ ചെയ്തും എടുക്കാം. എൻ്റെ ഈ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ എല്ലാവരും ഒന്ന് ലൈക്ക് ചെയ്യാൻ മറക്കരുത്. പിന്നെ എന്നെ സപ്പോർട്ട് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം. നമ്മൾ ഫ്രൈ ചെയ്ത് മാറ്റി വെച്ചിട്ടുണ്ട്. അതിനുശേഷം അതേ എണ്ണയിലേക്ക് തന്നെ നമുക്ക് കുറച്ച് കടുകിട്ട് കൊടുക്കാം. കടുക് പൊട്ടിയതിന് ശേഷം നമുക്കതിലേക്ക് കരിയാപ്പിലയാണ് ചേർത്ത് കൊടുക്കേണ്ടത്. നമ്മൾ കടുക് പൊട്ടി തുടങ്ങിയിട്ടുണ്ട്. നമുക്കതിലേക്ക് ഇനി കറിവേപ്പില ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ട് ഒന്ന് ചേർത്ത് കൊടുത്ത് നമുക്കിനി അതിലേക്ക് ഞാൻ 2 സവാളയാണ് എടുത്തിട്ടുള്ളത്. 2 സവാള ചേർത്ത് കൊടുത്ത് നന്നായിട്ട് വരട്ടിയെടുക്കാം. പിന്നെ നമ്മൾ കുറച്ച് ഉപ്പ്, സവാള വാടാനുള്ള ഉപ്പ് നമ്മൾ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പരുവത്തിന് ഉപ്പ് ചേർക്കുക. നമ്മുടെ അളവ്, നമ്മുടെ ക്വാണ്ടിറ്റിക്ക് അനുസരിച്ച് ഉപ്പ് ചേർത്താൽ മതി. ഇപ്പം ഇത് വയറ്റാനുള്ള ഉപ്പ് ഞാൻ കുറച്ച് ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഉപ്പ് ചേർത്ത് കൊടുത്തു. പിന്നെ ഇത് വേറെ കഴിക്കാൻ വേണ്ടി ഫ്രൈ ചെയ്ത് വെച്ചതാണ്. പിന്നെ നമ്മൾ വരട്ടുന്നതിന് വേണ്ടി ചെറിയ രീതിയിലും ഫ്രൈ ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് ഏകദേശം ഒരു പരുവമായിട്ടുണ്ട് ആ ഒരു സവാള. അതിലേക്ക് ഇനി നമുക്ക് കുറച്ച് മസാല ആഡ് ചെയ്തെടുക്കാം. നമ്മൾ ഓൾറെഡി നേരത്തെ മസാലയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തതാണ്. ഇപ്പം കുറച്ച് മഞ്ഞൾപ്പൊടി, മുളക് പൊടി, മസാലപ്പൊടിയൊക്കെ ചേർത്ത് ആ ഒരു പച്ച മണം മാറുന്നിടം വരെ ഒന്ന് നമുക്ക് ഇളക്കി കൊടുക്കാം. അതിനുശേഷം നമ്മൾ ആ ഒരു കുക്കറിലിട്ട് വേവിച്ചപ്പോൾ കിട്ടിയ ആ ഒരു ഗ്രേവി ഉണ്ട്. ആ ഒരു ഗ്രേവി നമുക്ക് കളയണ്ട, ഇതിലേക്ക് തന്നെ ചേർത്ത് കൊടുക്കണം. ചേർത്ത് കൊടുത്ത് അതൊന്ന് വറ്റിയതിന് ശേഷം നമ്മൾ തയ്യാറാക്കി വെച്ച നേരത്തെ ചെറിയ രീതിയിൽ ഫ്രൈ ചെയ്ത് വെച്ച ആ ഒരു ബീഫ് ഇട്ട് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം ലാസ്റ്റ് നമുക്ക് ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോയും ചേർത്ത് ക്യാപ്സിക്കവും ചേർത്ത് നന്നായിട്ട് അടച്ച് വെച്ചൊരു 5 മിനിറ്റ് ഒന്ന് വേവിച്ചെടുക്കണം. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. താങ്ക് യു.